بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോട് കൂടെ ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ സർവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ മുഹറം മാസത്തിലേക്ക് കാൽവെക്കാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഉള്ളത്. ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനത്തെ ദിനത്തിലാണ്. ഈ സമയത്ത് നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു ചരിത്ര സംഭവമാണ് കർബലായുടെ കഥകൾ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ കായിനാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട, മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് കർബല എന്ന് പറയുന്നത്. അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരുപാട് ആദരിച്ച ആളുകളാണ്. സൂറത്തുൽ അഹ്സാബിന്റെ 33-ാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹു തആല അത് പറയുന്നുണ്ട്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുത്വഹിറകും തത്വഹീറ. അവിടെ അഹ്ലുൽ ബൈത്ത് എന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന് ഒട്ടേറെ പ്രത്യേകതയുണ്ട്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പുതപ്പുമായി വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ, അവിടുത്തെ കരളിന്റെ കഷണമാണെന്ന് പറഞ്ഞ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെയും അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും അവിടുത്തെ പേരമക്കളായ ഹസനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ചേർത്ത് നിർത്തിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പുതപ്പിന്റെ അകത്തേക്ക് കയറ്റിയിട്ട് ആ പുതപ്പ് കൊണ്ട് മൂടുകയാണ്. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് അഹ്ലു ബൈത്തിനെ ഒരുപാട് ആദരിച്ചതായി കാണാം. യുദക്കിറുകുമുല്ലാഹു അഹ്ലൽ ബൈത്ത്, നിങ്ങൾ എൻ്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ എപ്പോഴും ഓർക്കണം, അവരെ സൂക്ഷിക്കണം, അവരെ ബഹുമാനിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അവിടത്തെ ഓമനിച്ചുകൊണ്ട് ലാളിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയുണ്ടായി, വല്ലദീ നഫ്സി ബിയദിഹി
ലഖറാബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹബ്ബ ഇലയ്യ ഖറാബത്തി. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ഉള്ളത് അവനെ തന്നെ സത്യം ഞാൻ എന്റെ കുടുംബത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് ലഖറാബത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ കുടുംബത്തെയാണെന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ശമ്പളം കൊടുക്കുന്ന സമയത്ത് അഹ്ലു ബൈത്തിന് പ്രത്യേകമായിട്ട് മുൻഗണന കൊടുത്തുകൊണ്ടായിരുന്നു ശമ്പളം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ അഹ്ലു ബൈത്തുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഉമ്മു കുൽസൂം ബീവിയെ ഉമർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചതായിട്ട് താരീഖിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് എത്രയോ അഹ്ലു ബൈത്തിന്റെ മഹത്വത്തെ പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വമൻ അത്ബഅ ബിഹി അമലഹു ലം യുസ്രി ബിഹി നസബഹു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ കർമ്മം കൊണ്ട് അയാൾ പിന്നോട്ട് വലിക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ കുടുംബം കൊണ്ട് അയാളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ലെന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം. അഥവാ അഹ്ലു ബൈത്താണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല, പ്രവർത്തനം കൂടെ നന്നാവണം. ഒരാള് തങ്ങളാണ്, പക്ഷേ ആള് കള്ളുകൊടിയും തോന്നിവാസവും ഒക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല, കർമ്മ പ്രവർത്തനം കൂടെ നന്നാകണം. ഇത് തന്നെ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് അഹ്ലു ബൈത്തിന് ശ്രേഷ്ഠതയുണ്ട് എന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിയാക്കള്, ഇന്ന് ഷിയ എന്ന് പറയുന്ന വലിയൊരു വിഭാഗം മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ കണക്കാക്കുമ്പോൾ ഷിയ മുസ്ലിം അതുപോലെ സുന്നി മുസ്ലിം ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് നമുക്ക് കാണാവുന്നത്. എന്നാൽ ഷിയാക്കൾ അഹ്ലു ബൈത്തായി പരിഗണിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അവിടുത്തെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അവരെ മാത്രമാണ് അഹ്ലു ബൈത്തായി കണക്കാക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം അനുസരിച്ച്, ആദർശം അനുസരിച്ച്, ആ ഒരു ഐഡിയോളജി അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ അല്ലാഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബിയ്യു എന്നിങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ പറഞ്ഞിട്ട് കുല്ലി അസ്വാജിക, അവിടുത്തെ ഭാര്യമാരോടുള്ള ഉപദേശങ്ങളെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ ആ ഭാര്യമാരെ തന്നെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ലസ്തുന്ന കഅഹദി മിനൻ നിസാ, നിങ്ങൾ ലോകത്തുള്ള മറ്റൊരു സ്ത്രീകളെ പോലെയും അല്ല എന്ന് ആ ഭാര്യമാരെ പറ്റിയിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ നബി തങ്ങളുടെ ഭാര്യമാര് അവർ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടതാണ് ാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ സഹോദരങ്ങളായ മഹാനായ സഹോദരന്മാർ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, അവരുടെ കുടുംബം, അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ അഹ്ലു ബൈത്തായിട്ട് നമ്മൾ പരിഗണിക്കുന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് ഷിയാക്കളുടെയും നമ്മുടെയും വിശ്വാസം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 3 ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിക്കുന്നത്. ആ ഹസൻ റളിയല്ലാഹു അൻഹു പ്രസവിക്കുന്നത് ഹിജ്റ 3 റമദാൻ മാസത്തിലാണ്. അത് കഴിഞ്ഞ് ഹിജ്റ 4 ശഅബാനിലാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ ഒരു വർഷവും ചെറിയ മാസ വ്യത്യാസം മാത്രമേ രണ്ടുപേരും തമ്മിലുള്ളൂ. ആ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സയ്യിദ് ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് അവരെന്നാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. റിഹാനതൈൻ മിനദ് ദുനിയ, ദുനിയാവിലെ
റോസാ പുഷ്പമാണ് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെയുള്ള ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരനുഭവിച്ച ത്യാഗത്തിന്റെ കഥകളാണ് കർബലായിൽ നിന്നുകൊണ്ട് നമുക്ക് പഠിക്കാവുന്നത്. പ്രിയപ്പെട്ടവരെ, കർബല എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു ചരിത്രമാണ്. രണ്ടുപേരും ജനിച്ചത് മദീനയിലാണെങ്കിലും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കർമ്മപദം എന്ന് പറയുന്നത് പ്രധാനമായും കൂഫയായിരുന്നു. അങ്ങനെ ആ കൂഫയിലേക്ക് താമസം മാറിയപ്പോ തങ്ങളുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരുടെ ജീവിതവും ആ പരിശുദ്ധമായ കൂഫയുടെ ഭൂമിയിലായിരുന്നു. അങ്ങനെ മഹാനായ അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസമാണ് ചരിത്രത്തിലെ കറുത്ത അധ്യായമായ സിഫീൻ യുദ്ധത്തിലേക്കും അതുപോലെ ജമൽ യുദ്ധത്തിലേക്കും എല്ലാം നയിച്ചത്. ഇന്ന് ഷിയാക്കളും അതുപോലെ സുന്നികളും തമ്മിൽ പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടുന്നുണ്ട്. അതുപോലെ ഷിയാക്കളും യസീദികളും തമ്മിൽ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം അന്ന് അവിടെ നിന്ന് തുടങ്ങിയതായിരുന്നു. ഇബ്നു മുൽജിം എന്ന് പറയുന്ന മനുഷ്യൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളഞ്ഞപ്പോൾ ഖവാരിജികളിൽപ്പെട്ട ആ മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നപ്പോൾ കൂഫയിലുള്ള ഒരു വിഭാഗം ആളുകള് അവര് പറഞ്ഞു ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് അധികാരം ഏറ്റെടുക്കാൻ വേണ്ടി പറയുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ആളുകൾ അവര് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. അതേ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അവർ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും അവർ അംഗീകരിച്ചില്ല. ആ സമയത്ത് സിറിയയിലെ മുആവിയ റളിയല്ലാഹു അൻഹു അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അധികാരത്തിലിരിക്കാൻ താല്പര്യമില്ലാത്ത കാരണത്താൽ 6 മാസം കഴിഞ്ഞപ്പോൾ അലി ഇബ്നു മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹിജ്റ 50 മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. 10 വർഷം കഴിഞ്ഞ് ഹിജ്റ 60 മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. താൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനായ യസീദിനെ ഭരണമേൽപ്പിക്കുകയാണ്. യസീദ് ഒരിക്കലും സഹാബിയല്ല. കാരണം അദ്ദേഹം ജനിക്കുന്നത് തന്നെ ഹിജ്റ 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷമാണ് അദ്ദേഹം ജനിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം സഹാബിയായിരുന്നില്ല. അങ്ങനെ ഈ മനുഷ്യൻ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്തായി പോയപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ് ജീവിച്ചിരിക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു തന്നെ ബൈഅത്ത് ചെയ്യണമെന്ന് ഗവർണറെ വിളിച്ചുകൊണ്ട് അറിയിക്കുകയാണ്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു സത്യത്തിനെതിരായി നിൽക്കുന്ന കിരാതമായ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്വച്ഛാധിപതിയായ യസീദിനെ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല നാട് വിട്ടു പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അന്ന് രാത്രി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് അദ്ദേഹം പോവുകയാണ്. അങ്ങനെ പോയ സമയത്ത് കൂഫയിലുള്ള ആളുകള് അദ്ദേഹത്തെ കത്തയച്ചുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരണം, യസീദിന്റെ കിരാതമായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം, ഞങ്ങൾക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കത്തയക്കുകയാണ്. കത്തയച്ച സമയത്ത് കൂഫയിലെ സംഭവങ്ങളെ പറ്റി അറിയാൻ വേണ്ടി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ഇബ്നു അഖീൽ എന്ന് പറയുന്ന മഹാത്മാവിനെ നേരെ ഏൽപ്പിക്കുകയാണ്. കൂഫയിൽ പോയി സംഭവങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ 12,000-ഓളം ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കുന്നു. വന്നത് 4,000-ഓളം 12,000 ആളുകളാണെങ്കിൽ അവരുടെ കീഴിൽ 40,000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഇതറിഞ്ഞപ്പോൾ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു നേരെ മദീനയിൽ നിന്നുകൊണ്ട് കൂഫയിലേക്ക് വരാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ യസീദ് ഇത് മനസ്സിലാക്കിയിട്ട് ഇബ്നു സിയാദ് എന്ന് പറയുന്ന സൈന്യത്തലവനായ
28 വയസ്സ് പ്രായമുള്ള വളരെ ക്രൂരമായ മനസ്സിന്റെ ഉടമയായ വ്യക്തിയെ വിളിച്ചുകൊണ്ട് നേരെ ഗവർണർ സ്ഥാനം ഏൽപ്പിക്കുകയാണ്. അന്ന് ഗവർണറായി ഉണ്ടായിരുന്ന നുഅ്മാൻ ഇബ്നു ബശീർ എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു നല്ല മനസ്സിന്റെ ലോലമായ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. അതുകൊണ്ട് ഇബ്നു സിയാദിനെ ഏൽപ്പിച്ചാൽ മാത്രമാണ് ഈ ഹുസൈൻ ഇബ്നു അഖീലിനെ അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഈ വ്യക്തി അങ്ങനെ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ട് 30,000 ദിർഹം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തയക്കുകയാണ്. എവിടെയാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു അയച്ചിട്ടുള്ള മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു താമസിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഓരോ വീടുകളിലും അദ്ദേഹം കയറി ഇറങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് എനിക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്നയച്ചിട്ടുള്ളതാണ്. 30,000 ദിർഹം ഹുസൈൻ ഇബ്നു അഖീലിനെ ഏൽപ്പിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോ ഹാനി ഇബ്നു ഉർവ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലായിരുന്നു ബഹുമാനപ്പെട്ട മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു താമസിച്ചിരുന്നത്. അങ്ങനെ ആ വിവരം അതും അയാൾ മനസ്സിലാക്കിയപ്പോ നേരെ യസീദിന്റെ ഇബ്നു സിയാദിനെ കത്തയക്കുകയാണ്. എന്നിട്ട് ഇന്ന സ്ഥലത്ത് ഈ വ്യക്തി താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിയിച്ച സമയത്ത് ഇബ്നു സിയാദ് ഇദ്ദേഹത്തിന് അഭയം കൊടുത്തിട്ടുള്ള ഹാനി ഇബ്നു ഉർവ എന്ന മനുഷ്യനെയും ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ടുപോയിട്ട് തടവിൽ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടുകയാണ്. ആ സമയത്ത് 40,000 ആളുകള് തടിച്ചുകൂടുകയാണ് ഇബ്നു സിയാദിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ. കാരണം ഹുസൈൻ ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു നല്ല ഒരു വ്യക്തിയായിരുന്നത് കൊണ്ട് തന്നെ ഹാനി ഇബ്നു ഉർവ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇബ്നു സിയാദിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ആളുകൾ തടിച്ചുകൂടിയപ്പോ ഇബ്നു സിയാദ് എന്ന് പറയുന്ന കുശാഗ്ര ബുദ്ധിക്കാരനായ കുരുട്ടുബുദ്ധിക്കാരനായ ആ സൈന്യാധിപൻ ചെയ്തത് എന്താണെന്നറിയോ സഹോദരങ്ങളെ? 17 ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. 40,000 വരുന്ന 4,000-ഓളം വരുന്ന ആളുകൾ തടിച്ചുകൂടിയ ആളുകൾക്കൊക്കെ അദ്ദേഹം പാരിതോഷികം കൊടുക്കുകയാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ അതിൽ നിന്നുകൊണ്ട് പിന്തിരിപ്പിക്കുകയാണ്. അവസാനം രാത്രിയായപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. 4,000-ഓളം വരുന്ന ആളുകള് അവര് അസറായ സമയത്ത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമായി മാറുന്നു. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞപ്പോ 30 പേര് മാത്രമായി മാറുന്നു. ഇശായപ്പോ 10 പേര്. ആ 10 പേരും ഇരുളിന്റെ മറവിൽ തങ്ങളുടെ ജീവിതം പേടിച്ചുകൊണ്ട് അവരവിടെ നിന്നുകൊണ്ട് രക്ഷപ്പെടുകയാണ്. അപ്പോ ബഹുമാനപ്പെട്ട മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു കത്തയക്കുകയാണ്. ഊഫക്കാര് ചതിയന്മാരാണ്, ഊഫക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല, അവര് ചതിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് കത്തയക്കുകയാണ്. പക്ഷെ ആ കത്തവിടെ എത്തുന്നതിന്റെ മുമ്പ് ദുൽഹജ്ജ് 8-ന് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. ദുൽഹജ്ജ് 9-ന് മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെ ഇവർ പിടിച്ചുകൊണ്ട് കൊല ചെയ്യുകയാണ്. മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്നുകൊണ്ട് രക്ഷപ്പെട്ടപ്പോ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ചെന്ന സമയത്ത് ആ വീട്ടിലെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. അവിടുത്തെ ഉമ്മ പറഞ്ഞു, മോനെ ഈ വിവരം ആരെയും അറിയിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി പറഞ്ഞയച്ചയാളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ വധിക്കരുതെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അങ്ങനെ ഈ മകന്റെ വിവരം നേരെ ഇബ്നു സിയാദിന്റെ ചുവട്ടിലെത്തുകയാണ്. ബഹുമാനപ്പെട്ട മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെ പണത്തിന് വേണ്ടി ആൾ ഒറ്റിക്കൊടുക്കുകയാണ്. അങ്ങനെ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് താഴേക്ക് ഇട്ടുകൊണ്ട് കൊല ചെയ്യുന്നു. ആ സമയത്ത് മഹാനവറുകൾ ഒരു വാക്ക് പറയുകയാണ്, എന്റെയും നിങ്ങളുടെയും ഇടയിൽ അല്ലാഹുവുണ്ട്, പടച്ച തമ്പുരാൻ കാണുന്നുണ്ട്. പലസ്തീനിലെ പാവങ്ങളായ മക്കളെ കൊന്നൊടുക്കുമ്പോ ആ മക്കള് പറയുന്ന വാക്കില്ലേ സഹോദരങ്ങളെ, വലിയൊരു വാക്കാണ്. എല്ലാം കാണുന്നവനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നുള്ള ഒരു വാക്ക് അത് മഹാനവറുകൾ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്. എന്നിട്ട്
അദ്ദേഹത്തെ കൊന്നു. അതുപോലെ ഹാനിബിൻ ഉർവ എന്ന് പറയുന്ന ആ വ്യക്തിയെ കുരിശിലേറ്റിയിട്ട് ഈ കൂഫയിലെ ഇബ്നു സിയാദിന്റെ ഭരണകൂടം യസീദിന്റെ കിങ്കരന്മാര് കൊന്നെടുക്കുകയാണ്. കുരിശിലേറ്റി കൊന്നിട്ട് പ്രദർശനത്തിന് വേണ്ടി പരസ്യമായിട്ട് അദ്ദേഹത്തിന്റെ ശരീരം പ്രദർശിപ്പിക്കുകയാണ്. ആരെങ്കിലും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്നാൽ അവർക്കുള്ള ശിക്ഷ ഇതായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് പറയുകയാണ്. അങ്ങനെ മുന്നറിയിപ്പ് അവർ അറിയിക്കുകയാണ്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇതൊന്നും അറിയാതെ നേരെ കൂഫയിലേക്ക് വരികയാണ്. കൂഫയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ്. ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരൊക്കെ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, കൂഫക്കാര് ചതിയന്മാരാണ്, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ ഉദ്ദേശം നല്ലതായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ വല്യപ്പ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത് നബിയെ. ഒന്നില്ലെങ്കിൽ അങ്ങേക്ക് ദുനിയാവ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ആഖിറം തിരഞ്ഞെടുക്കാം. നബി തങ്ങൾ ആഖിറമാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഹുസൈനെ, നിനക്ക് ആഖിറം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിലും അവര് എന്നെ ഇവിടെ വന്നുകൊണ്ട് വധിക്കും. എനിക്ക് സത്യത്തിനെതിരായി അസത്യത്തിന്റെ വാക്താവായി നിലകൊള്ളുന്ന യസീദിന്റെ ഭരണത്തിനെതിരായി പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമെന്നുള്ള ചിന്ത എന്നെ ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് മഹാനവറുകള് അവിടെ നിന്ന് പോവുകയാണ്. ജഅഫർ റളിയല്ലാഹു അൻഹു അതുപോലെ സഹാബത്തിൽപ്പെട്ട അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഏതാനും വ്യക്തികളോടൊപ്പമാണ് അവിടുന്ന് പോകുന്നത്. വഴിയിൽ വെച്ചുകൊണ്ട് കത്തുമായി വരുന്ന വ്യക്തിയെ കാണുകയാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങോട്ട് നിങ്ങൾ പോകരുത്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങോട്ട് പോയില്ലെങ്കിൽ അവരെ ആ തോന്നിവാസത്തിനെതിരായി പ്രതികരിച്ചില്ലെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് ഇബ്നു സിയാദും അനുയായികളും അവരോട് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത്, നിങ്ങൾ യസീദിനെ ബൈഅത്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായി പരസ്യമായ യുദ്ധത്തിന് നിങ്ങൾ പുറപ്പെടുക. ഈ രണ്ട് കാര്യമാണ് പറയുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൂന്ന് കാര്യം. ഒന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ മദീനയിലേക്ക് പോകാൻ അനുവദിക്കുക. രണ്ടാമത് മഹാനവറുകൾ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ നാടുകടത്തുക. മൂന്നാമത് പറഞ്ഞു, യസീദുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ എനിക്കൊരു അവസരം നൽകുക. പക്ഷേ അതൊന്നും നൽകാതെ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഇബ്നു സിയാദ് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇബ്നു സിയാദ് തീരുമാനിച്ച സമയത്ത് പ്രിയപ്പെട്ടവരെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവര് കുടുംബവും അവിടെ നിന്നുകൊണ്ട് നാട് വിട്ടു പോകാൻ വേണ്ടി, തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഈ വിവരം ഇബ്നു സിയാദ് അറിയുന്ന സമയത്ത് ശിംർ ഇബ്നു ജൗസ് എന്ന് പറയുന്ന ദുഷ്ട മനസ്സിന്റെ ഉടമയായ വ്യക്തിയെ അദ്ദേഹം ഏൽപ്പിക്കുകയാണ്. ആ വ്യക്തി ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി സംസാരിച്ച് അവസാനം ഇബ്നു സിയാദിനോട് വന്നുകൊണ്ട് അരിവോടുകൂടി അദ്ദേഹത്തിന്റെ മൂന്ന് കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞ സമയത്ത് ഇബ്നു സിയാദ് അദ്ദേഹത്തെ മാറ്റിയിട്ട് സിനാൻ ഇബ്നു അംർ എന്ന് പറയുന്ന വ്യക്തിയെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം ചെന്നുകൊണ്ട് മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന 70 പേരെ വധിച്ച കൂട്ടത്തിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എല്ലാവരും വധിക്കപ്പെട്ടു. പക്ഷേ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് കൈ ചൂണ്ടാൻ പോലും മറ്റുള്ളവർ മടിച്ചു നിന്ന സമയത്ത് സിനാൻ ഇബ്നു അംർ എന്ന് പറയുന്ന വ്യക്തി ചെന്നുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബല എന്ന് പറയുന്ന ആ ഭൂമിയിൽ വെച്ചുകൊണ്ട് മഹാനവറുകളെ കൊലപ്പെടുത്തുകയാണ്. 4000-ഓളം വരുന്ന സൈന്യമാണ് യസീദ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അയച്ചിരുന്നത്. 70 പേര് മാത്രമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഉണ്ടായിരുന്നത്.
അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല എടുത്തിട്ട് ശരീരത്തിൽ നിന്നുകൊണ്ട് കഴുത്ത് മുതൽ അങ്ങ് മുറിച്ചുകൊണ്ട് ഈ ഇബ്നു സിയാദിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി സിനാൻ കൊണ്ടുപോയി വച്ച സമയത്ത് ഇബ്നു സിയാദ് ഒരു കൊള്ളിക്കഷണം എടുത്തുകൊണ്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് കുത്തുകയാണ്. തലയിൽ കുത്തിയിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് കുത്തിയിട്ട് വളരെ മോശമായ രൂപത്തിൽ സംസാരിക്കുകയാണ്. ഇതറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇബ്നു സിയാദേ, നീ കളിക്കുന്നത് തീക്കൊള്ളിയിലാണ്, അതുകൊണ്ട് നിനക്ക് ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുകയാണ്. ചരിത്രം പരിശോധിച്ചാൽ കാണാം ഇതിന്റെയൊക്കെ ഫലമായി ഇബ്നു സിയാദ് അനുഭവിച്ചത് ഒരുപാട് പ്രയാസങ്ങളായിരുന്നു ജീവിതത്തിൽ. മുഖ്താർ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി വരികയും ഇബ്നു സിയാദിനെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് ചരിത്രങ്ങൾ താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ അഹ്ലു ബൈത്തിൽപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പേരമക്കളെ അടക്കം എല്ലാവരെയും കൊലപ്പെടുത്തുകയാണ്. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായിരുന്ന സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ചെറിയ ഒരു പണി വന്നതുകൊണ്ട് ആ മഹാനവറുകൾ കർബലയിലേക്ക് പോയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം രക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ പേരമക്കളാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലു ബൈത്ത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാം ഷിയാക്കൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നറിയുമോ? അലി എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിച്ച് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മുദ്രാവാക്യം മുഴക്കിയിരുന്ന കേവലം ഒരു രാഷ്ട്രീയമായ ഒരു സംഘടനയായിരുന്ന ആ ഒരു വിഭാഗം ആളുകള് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു മരിച്ചു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹിജ്റ 61 ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഹിജ്റ 65 ആയ സമയത്ത് ഇവര് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരമക്കളെ കൊന്ന ആളുകളെ അവരെ വെറുതെ വിടാൻ പാടില്ല എന്ന ഒരു പ്രത്യേകമായ താല്പര്യത്തോട് കൂടിയിട്ട് തവ്വാബൂൻ എന്ന പേരിൽ ഇവരൊരു സംഘടന ഉണ്ടാക്കുകയാണ്. തവ്വാബൂൻ എന്ന് പറയുന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അവർ കർബലയിലേക്ക് പോവുകയാണ്. കർബലയിൽ ചെന്നിട്ട് സ്വന്തം ശരീരങ്ങളിൽ അവർ വാളെടുത്തുകൊണ്ട് മുറിവേൽപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് കാണാം ഷിയാക്കള് മുഹറം മാസം വരുമ്പോ, മുഹറം 10 വരുമ്പോ അവര് സ്വന്തം ശരീരങ്ങൾ ബോംബെയിൽ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ തന്നെ ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ ഉത്തർപ്രദേശിലെ ലഖ്നൗ പോലെയുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഷിയാക്കളുടെ വലിയ റാലി നമുക്ക് കാണാവുന്നതാണ്. ഇസ്ലാം ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സ്വന്തം ശരീരത്തിൽ കത്തിയെടുത്തുകൊണ്ട് മുറിവേൽപ്പിക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആ ധീര രക്തസാക്ഷിത്വത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടെന്ന പേരിൽ നടത്തുന്ന ആ പ്രവർത്തനങ്ങളെ ഒരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ തുടങ്ങിയതാണ് ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ. ആദ്യം അവര് നല്ല ആളുകളായിരുന്നു, അവരുടെ ഉദ്ദേശങ്ങൾ നല്ലതായിരുന്നു. പക്ഷേ പിന്നീട് അവര് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടേണ്ട സ്ഥാനമാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ തട്ടിയെടുത്തത്. അതുകൊണ്ട് അവരൊന്നും ശരിയല്ല, അവര് മോശക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനേറെ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരെ പറ്റി വരെ വളരെ മോശമായിട്ട് പബ്ലിക്കായിട്ട് പ്രസംഗിക്കുന്ന ആളുകളാണ് ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകള്. ഇന്ന് അവരുടെ പ്രവർത്തനങ്ങളോട് നമുക്ക് ഒരിക്കലും തന്നെ യോജിക്കാൻ സാധിക്കുകയില്ല. ഇത് നമ്മൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ കർബലായുടെ ധീര രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന ഈ മുഹറം 10 ആകുമ്പോ തങ്ങളുടെ പേരമക്കൾ ദീനിന് വേണ്ടി ചെയ്ത സംഭാവനകളെ പറ്റിയിട്ടുള്ള ഒരു ഓർമ്മ പുതുക്കുന്നതോടൊപ്പം തന്നെ അവർ
ജീവിച്ചതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ട് തഖ്വയോടുകൂടി ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലു ബൈത്തിനോടുള്ള ആദരവ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മുഹറം മാസത്തിലേക്ക് നമ്മൾ നാളെ പ്രവേശിക്കുകയാണ്. മുഹറം മാസം അറിയാമല്ലോ, ഒരുപാട് പ്രവാചകന്മാർക്ക് അല്ലാഹു വലിയ അത്ഭുതങ്ങളും വലിയ നേട്ടങ്ങളും കൊടുത്തൊരു മാസമാണ്. പലരും മുഹറം ഒരു നഹസിന്റെ മാസമായിട്ട്, മോശം മാസമായിട്ട് കാണുന്നു. എന്നാൽ മുഹറം നേട്ടങ്ങളുടെ മാസമാണ്. മുഹറം മാസത്തിലെ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഫലമുണ്ട്. പ്രത്യേകിച്ച് മുഹറം മാസത്തിലെ ആ മുഹറം 10ന്റെ അന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് നോക്കാൻ വേണ്ടി സഹാബത്തിനോട് മുഹറം 9നും 10നും ജൂതന്മാർ നോമ്പ് നോറ്റപ്പോൾ അതിന് വിപരീതമായിട്ട് അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുഹറം 9നും 10നും ഒക്കെ നോമ്പ് നോക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്തയാഴ്ച നമുക്ക് പറയാം. അപ്പോൾ ഈ മുഹറം 10നെ ആദരിക്കുക, ബഹുമാനിക്കുക, ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.